തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടതിരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി പുതിയ 5 നില കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ. പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടതിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUPS സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. കയ്പമംഗലത്തും എടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. കനോലി കനാൽ കരകവിഞ്ഞ സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കയ്പമംഗലം ചളിങ്ങാട്, പാലിയം താഴം, കൂരിക്കുഴി, സലഫിക് വടക്ക്, ഗ്രാമലക്ഷ്മി, ഐരൂർ നഗർ, ചന്ദ്രാപിന്നി കോഴിത്തുമ്പ്, ചന്ദ്രാപിന്നി പപ്പടം നഗർ, SN വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കയ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു. പള്ളിനട RCUP സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത്. 8-ാം വാർഡിലെ പാലിയംചിറ ഭാഗത്തു നിന്നുള്ള 5 കുടുംബങ്ങളിൽ നിന്ന് 14 പേരാണ് ക്യാമ്പിലുള്ളത്. കൂരിക്കുഴി ബാബുൾ ഉലും മദ്രസയിൽ ക്യാമ്പിൽ 15 കുടുംബങ്ങളിൽ നിന്നായി 33 പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. 10 കുടുംബങ്ങളിൽ നിന്നുള്ള 23 പേരാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പുകളിൽ ET ടൈസൺ MLA സന്ദർശനം നടത്തി. മീഡിയ ടൈം, കയ്പമംഗലം. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി പുതിയ 5 നില കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പരിശോധന നടത്തി. റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. 2 നിലകൾക്ക് മാത്രമേ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് വിശദാംശങ്ങൾ അറിയാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നൽകിയത്. ഇപ്പോൾ കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയ ചികിത്സാ സംവിധാനങ്ങൾ, നിലവിൽ അനുഭവപ്പെടുന്ന പോരായ്മകൾ, കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി തുടങ്ങിയ വിവരങ്ങൾ ആശുപത്രി സന്ദർശിച്ച് പരിശോധന നടത്തി സമർപ്പിക്കാൻ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടം പൊളിച്ചു കളഞ്ഞ് 12 കോടി രൂപ ചിലവാക്കി പണിത ഈ കെട്ടിടം 2021 പൂർത്തിയാക്കിയിരുന്നു. പുതിയ ഈ കെട്ടിടത്തിലേക്ക് ചികിത്സകൾ മാറ്റാൻ ഇന്നേ വരെ ഒരു നടപടിയും അധികാരികൾ സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് EK സോമൻ, KT സുബ്രഹ്മണ്യൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. മാസം തോറും 35,000-ത്തിലധികം രോഗികൾ വന്നിരുന്ന ആശുപത്രിയാണ് എന്നാണ് ഇവിടെ നിന്ന് കിട്ടിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നത്. കെട്ടിടം പണി കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടും 2 നിലകൾക്ക് മാത്രമേ മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ടിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെയാണ് വിശദാംശങ്ങൾ അറിയാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഉത്തരവ് നൽകിയത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 4 ദിവസത്തിനിടെ 717 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 227 പേർക്ക് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്താകെ 2710 പേരാണ് ചികിത്സയിലുള്ളത്. 430 കേസുകളാണ് തിങ്കളാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1147 ഉയർന്നു. 3 മരണം കൂടി ഈ ദിവസങ്ങളിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 511 പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 227 കേസുകളും കേരളത്തിലാണ്. 72 പേർക്കാണ് 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് രോഗമുക്തിയുണ്ടായത്. പുതിയ ജില്ലാതല കണക്കുകൾ കേരളം പുറത്തുവിട്ടിട്ടില്ല. കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നാണ് വിവരം. മറ്റു സംസ്ഥാനങ്ങളിലും രോഗികളുടെ എണ്ണം ഉയരുന്നുണ്ട്. എങ്കിലും കേരളമാണ് കണക്കുകളിൽ മുന്നിലുള്ളത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 255 പേരാണ് രോഗമുക്തി നേടിയത്. രോഗവ്യാപനം സ്വാഭാവികമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാന ആരോഗ്യ വകുപ്പും ആവർത്തിക്കുന്നത്. ഇടവേളകളിൽ കേസുകൾ ഉയരും. പൂർവേഷ്യൻ രാജ്യങ്ങളിലെ രോഗവ്യാപനവും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേസുകൾ ഉയരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്ന രോഗികൾ കുറവാണ്. ന്യൂസ് ഡെസ്ക്.
മീഡിയ ടൈം. ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗം പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ചെയർമാൻ പിരിച്ചുവിട്ടു. പെൻഷൻ മുടങ്ങിയതും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തികൾ കൃത്യസമയത്ത് നടത്താതിരിക്കുകയും ചെയ്തതാണ് പ്രതിപക്ഷ ആരോപണം. സർക്കാരിനെ പഴിചാരി ഭരണപക്ഷവും സംസാരിച്ചതോടെ യോഗം ബഹളമയമായി. ഭരണപക്ഷത്തിന്റെ കഴിവുകേട് മൂലം അവിവാഹിത വിധവാ പെൻഷൻ മുടങ്ങിയത് സംബന്ധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരുടെ ചോദ്യത്തോടെയാണ് യോഗം ബഹളമയമായത്. തുടർന്നാണ് ചെയർമാൻ യോഗം പിരിച്ചുവിട്ടത്. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകാൻ കഴിയാതിരുന്നത് സർക്കാർ അനുമതി നൽകാത്തതാണെന്ന ഭരണപക്ഷാംഗത്തിന്റെ ആരോപണമാണ് ബഹളത്തിന് കാരണമായത്. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകാൻ അനുമതി ലഭിക്കില്ലെന്ന വിവരം ചെയർമാന് അറിയാമായിരുന്നിട്ടും കൗൺസിലർമാരെയും ജനങ്ങളെയും ഒരുപോലെ ചെയർമാൻ പറ്റിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചെയർമാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആശാവർക്കർമാരെയും ഇതുപോലെ കബളിപ്പിക്കുകയാണ്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് 400-ലധികം പേർക്ക് പെൻഷൻ നഷ്ടപ്പെടാൻ കാരണം. ഈ മാസവും പലരുടെയും പെൻഷൻ മുടങ്ങിയതായും പ്രതിപക്ഷം പറഞ്ഞു. തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നറിഞ്ഞിട്ടും തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ചെയർമാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തികൾ കൃത്യസമയത്ത് നടത്താതിരിക്കുകയും കാലവർഷം ശക്തിയായതിനു ശേഷം മാത്രം ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തീർക്കേണ്ടതിനു പകരം വലിയ അലംഭാവമാണ് ചെയർമാൻ കാണിക്കുന്നത്. 5-ാം വാർഡിൽ 25 കുടുംബങ്ങളുടെ വീടിനും ജീവനും ഭീഷണി ഉയർത്തുന്ന ഐനിക്കുന്ന് വിഷയത്തിൽ ചെയർമാൻ മൗനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇതോടെ യോഗം ബഹളമയമായി. തുടർന്നാണ് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്. ചെയർമാൻ ഷിബു വാലപ്പൻ യോഗത്തിൽ അധ്യക്ഷനായി. CS സുരേഷ്, VJ ജോജി, KS സുനോജ്, ബിജു S ചിറേത്ത്, VO പൈലപ്പൻ, എബി ജോർജ്, ബിജി സദാനന്ദൻ, ഷൈജ സുനിൽ, ബിന്ദു ശശികുമാർ, ലില്ലി ജോസ്, TD എലിസബത്ത് എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ 4 കോടിയുടെ ടെർമിനലിന് സർക്കാർ അനുമതി. ടെർമിനൽ അടക്കം 7 കോടിയുടെ പ്രവൃത്തികൾക്കാണ് അനുമതിയായത്. ടൂറിസം മേഖലയിലെത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ ടെർമിനൽ വരുന്നതോടെ താമസമടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ ടെർമിനലടക്കം 7 കോടിയുടെ പ്രവൃത്തികൾക്കാണ് ചാലക്കുടിയിൽ അനുമതിയായത്. കോടശ്ശേരി പഞ്ചായത്തിലെ ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന നായരങ്ങാടി ജംഗ്ഷൻ മുതൽ പരിയാരം പഞ്ചായത്തിലെ ആനമല PWD റോഡ് വരെയുള്ള റോഡ് BMBC ടാറിംഗ് നടത്താൻ 3 കോടിയും അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ ചാലക്കുടി കാർമൽ സ്റ്റേഡിയത്തിലാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. സദസ്സിൽ പങ്കെടുത്തവർ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചാലക്കുടിക്ക് 7 കോടി അനുവദിച്ചത്. അരനൂറ്റാണ്ടോളം കാലത്തെ പഴക്കമുള്ള ചാലക്കുടി KSRTC കെട്ടിടം ജീർണാവസ്ഥയിലാണ്. ശോചനീയാവസ്ഥയിലായ കെട്ടിടത്തിനു പകരം ആധുനിക ടെർമിനൽ സ്ഥാപിക്കാനാണ് 4 കോടി അനുവദിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, താമസ സൗകര്യം, കടമുറികൾ, ക്ലോക്ക് റൂം, ക്യാൻറ്റീൻ, ഫീഡിംഗ് റൂം, ശുചിമുറികൾ എന്നിവയടങ്ങുന്ന 14,000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ബസ് ടെർമിനലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ ടൂറിസം മേഖലയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ ടെർമിനൽ വരുന്നതോടെ താമസമടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും. ചാലക്കുടിയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് അനുമതി നൽകിയിരിക്കുന്നത്. 4 കോടി ചിലവിൽ ബസ് ടെർമിനൽ വരുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവാകും. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. വാളൂർ നായർ സമാജം ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന IT ക്യാമ്പ് നടന്നു. പ്രധാന അധ്യാപകൻ ദീപു N മംഗലം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് റിസോഴ്സ് അധ്യാപകരായ പ്രീമ പോൾ, സിന്ധു N, രമ്യ PG, മഞ്ജുഷ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
DCLR ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരണം, വീഡിയോ എഡിറ്റിംഗ്, റീൽസ് നിർമ്മാണം, പ്രൊമോ വീഡിയോ നിർമ്മാണം എന്നിവയിലാണ് പ്രായോഗിക പരിശീലനം നൽകിയത്. ആലുവ ദേശീയപാതയിൽ ലോറിയുടെ പിന്നിലിടിച്ച് കാർ പൂർണ്ണമായി കത്തി നശിച്ചു. സിഗ്നൽ കാത്തുകിടന്നിരുന്ന ലോറിക്ക് പിന്നിലാണ് BMW കാർ ഇടിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെ 1:30 കൂടിയായിരുന്നു അപകടമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാർ പൂർണ്ണമായി കത്തി നശിച്ചു. ആലുവ ബൈപ്പാസ് ജംഗ്ഷനിൽ മെട്രോ സ്റ്റേഷന് സമീപമാണ് അപകടം ഉണ്ടായത്. കൊടകര സഹൃദയ കോളേജ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ കോളേജിന്റെ നേതൃത്വത്തിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. PL ജോമി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. സ്റ്റേറ്റ് CBSE ICSE സിലബസുകളിൽ പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ജില്ലയിൽ +2 പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. മഴക്കെടുതിയിൽ താളം തെറ്റി ട്രെയിൻ ഗതാഗതം. ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത്. സംസ്ഥാനത്ത് വിവിധ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. മൈസൂർ തിരുവനന്തപുരം എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകി എറണാകുളം പിന്നിട്ടു. കച്ചേഗുഡ മുരുടേശ്വർ എക്സ്പ്രസ് 50 മിനിറ്റ് വൈകി കോഴിക്കോട് പിന്നിട്ടു. 06555 നമ്പർ ബാംഗ്ലൂർ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ 1.5 മണിക്കൂർ വൈകി തിരുപ്പൂർ പിന്നിട്ടു. ഗോരഖ്പൂർ തിരുവനന്തപുരം രപ്തിസാഗർ എക്സ്പ്രസ് 4.5 മണിക്കൂർ വൈകി കട്പാടി പിന്നിട്ടു. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി തിരുവനന്തപുരം പിന്നിട്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സീനിയർ നേതാവ് TK ഇബ്രാഹിം ഹാജിയുടെ അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് SA സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖ പ്രസിഡന്റ് റഹ്മത്ത് അലി മൗലവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി RK സിറാജുദ്ദീൻ മൗലവി, ഷാജി പതിയാശ്ശേരി, ജലീൽ എറിയാഡ്, സലാം കുഴുപ്പള്ളി എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായ രീതിയിൽ സ്വീകരണമൊരുക്കി CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം CI ഷെഫീർ അധ്യക്ഷത വഹിച്ചു. CPM എടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി BH റിസ്വാൻ, KR ജൈത്രൻ, രമേശ് ബാബു, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, KK സുരേന്ദ്രൻ, സുജിത്ത് എന്നിവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ എറിയാട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച 2 കോടി രൂപയിൽ പൂർത്തീകരിച്ച വലിയതോട്, പെരുന്തോട്, ബ്ലാങ്ങച്ചൽ തോട് നഗരസഞ്ചയ പദ്ധതികളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസീം പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, വാർഡ് മെമ്പർ PK മുഹമ്മദ്, കോർപ്പറേഷൻ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ സ്കൂൾ വാഹനം സമർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന, സ്കൂൾ PTA, അധ്യാപകർ, പൂർവ്വ അധ്യാപകർ, വിവിധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് വാഹനം വാങ്ങിയത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത പ്രധാന അധ്യാപിക സിന്ധുവിന് താക്കോൽ കൈമാറിക്കൊണ്ട് വിദ്യാലയത്തിന് സമർപ്പിച്ചു. വാർഡ് കൗൺസിലർ EJ ഹിമേഷ് അധ്യക്ഷനായ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈസാബ്, വാർഡ് കൗൺസിലർ റിജി ജോഷി, വാർഡ് കൗൺസിലർ രവീന്ദ്രൻ നടുമുറി, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് S സജീവൻ എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു. ചാലക്കുടി മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡേവിസ് MD അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, റൈസൻ ആലൂക്ക, ആൻഡോ എരിഞ്ഞേരി, ആൻഡോ മേനാച്ചേരി, ജോയ് പാനിക്കുളം, ആന്റണി PU എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തീരദേശത്ത് മഴയ്ക്ക് നേരിയ ശമനമെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കയ്പമംഗലത്തും എടതിരുത്തിയിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു.
കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി പുതിയ 5 നില കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ. പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്നു. 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.